നീ എല്ലാവരെയും ചതിച്ച പോലെ എന്നെ ചതിക്കാൻ നിന്നേക്കരുത്. നീ എന്നെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട്. എന്താണ് പറ്റിച്ചത്? എന്റെ പൈസ 2.5 കോടി രൂപ ചെലവാക്കിയത് നേരിട്ട് കാണാലോ. നീ എന്തിനാ ചീത്ത വിളിച്ചേ? ഇപ്പൊ വീട്ടിലുണ്ടോ? വീട്ടിലുണ്ട്. നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. മൂക്കിൽ ഈ റെക്കോർഡ് ചെയ്ത് ഓൺലൈൻ മാധ്യമത്തിൽ ഇടുന്നതല്ല, സത്യസന്ധമായിട്ട് റെക്കോർഡ് ചെയ്ത് മാധ്യമത്തിലിടും. ഞാൻ കണ്ടതിൽ വെച്ച് ഇത്രയും ചീറ്റിങ്ങും ഇത്രയും ക്യാരക്ടർ ഇല്ലാത്തൊരു മനുഷ്യൻ താങ്കളേ ഉള്ളൂ. ദൈവം അതായത് നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഡയറക്ടോറിയൽ ക്വാളിറ്റി തന്നിട്ട് നിങ്ങളുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി 1.5 കോടി രൂപ ഞാൻ പബ്ലിസിറ്റിക്ക് ചെലവാക്കി. നിങ്ങൾക്ക് ലാഭം തന്ന് ഞാൻ ഷാജി മാത്യുവിൽ നിന്ന് ആ സിനിമ വാങ്ങി. അത് കഴിഞ്ഞ് എനിക്ക് ലാഭം തന്നോ? നിങ്ങൾക്ക് ശമ്പളം തന്നത് എന്റെ റെക്കോർഡ് ഉണ്ടല്ലോ. എന്ത് ശമ്പളം തന്നത്? എന്ത് ശമ്പളം? ഞാൻ ശമ്പളം തന്നിട്ടില്ലേ? 1 രൂപ തന്നിട്ടില്ലേ? നിങ്ങൾ എന്റെ അടുത്ത് പോകുമ്പോ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് പൈസ തരാനാണ് പറഞ്ഞത്. എനിക്ക് ആ പറഞ്ഞത് 2.5 കോടി അല്ലടേ. നീ പോയത് നിങ്ങൾ അമേരിക്കയിൽ നീ പറയുന്നത് എന്താണ്? 35 ലക്ഷം രൂപ ഞാൻ ചെലവാക്കി. 35 ലക്ഷം രൂപയാണ് നിങ്ങൾ കാനഡയിൽ പോയത്, അമേരിക്കയിൽ പോയത്, വെനീസിൽ പോയത്. ഓക്കെ, മനുഷ്യൻ നിലയിൽ ഞാൻ ചോദിക്കുന്നതിന് നീ ഉത്തരം പറയും. ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചു. തനിക്ക് പണിയില്ലായിരുന്ന സമയത്ത് 25,000-30,000 രൂപ വെച്ച് അടിച്ചു. ആ മനുഷ്യനെ താൻ ദ്രോഹിച്ചില്ലേ? അയാൾക്കെതിരെ കേസ് കൊടുത്തില്ലേ? അയാൾക്കെതിരെ എന്ത് കേസ് കൊടുത്തോ? അയാളെ ഞാൻ വിളിച്ചു. അയാൾ കരഞ്ഞോണ്ട് എന്നോട് പറഞ്ഞു. ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയേ. നീ എത്ര രൂപ എനിക്ക് തന്നത്? നീ എത്ര രൂപ തന്നു? താൻ എന്നോട് പറഞ്ഞോ തന്റെ സിനിമ ഒരു അവാർഡ് സിനിമ പരസ്യം ചെയ്തപ്പോ ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യാതെ ഞാൻ 1 കോടി രൂപയ്ക്ക് പരസ്യം ചെയ്തിട്ട് എന്നോട് നീ ആരോട് ചോദിച്ചിട്ടാണോ? നീ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. നീ ചോദിക്കുന്ന ഉത്തരം പറയേ. നീ ആരോട് ചോദിച്ചിട്ടാ പടം പിൻവലിച്ചത്? ഏത് പിൻവലിച്ചത്? എവിടെ പിൻവലിച്ചു? തിയേറ്ററിൽ നിന്നാ പടം പിൻവലിച്ചത്? എവിടുന്ന്? ആരോട് ചോദിച്ചിട്ടാ? ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ തിയേറ്ററിലിട്ട പടം ഞാൻ പിൻവലിച്ചു. താൻ ഉണ്ടാക്കി പറഞ്ഞത് സത്യാവൂ? ഞാൻ ഉണ്ടാക്കി പറഞ്ഞതാണോ? നീ എന്നോട് ചോദിച്ചോ? ആരോട് ചോദിക്കണം? ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് 1 കോടി ചില്ലാൻ രൂപ ചെയ്ത ഒരു സിനിമ ഞാൻ എങ്ങനെയാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുക? ഒരാഴ്ച പോലും ആ തിയേറ്ററിൽ ആ പടം നിന്നില്ല. പടം ഓടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം എനിക്കല്ല. പടം ഓടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആ പടം ഓടൂന്ന് വെച്ചിരുന്നല്ല. 24 വർഷത്തിന് ശേഷം വെനീസ് ഫെസ്റ്റിവലിൽ പോയി ഒരു മലയാള സിനിമ എന്നുള്ളതിന്റെ ഒരു ആദരവാണ് ഞാൻ നല്ലോണം പബ്ലിസിറ്റി ചെയ്തു. അതൊക്കെ ശരിയാണ്. പക്ഷെ എന്ത് കാരണം കൊണ്ടെന്ന് എനിക്കറിയില്ല. നീ ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് ഒരു തിയേറ്ററിൽ പോലും പടം നിർത്താതെ നീ പിൻവലിച്ചു. എന്തൊരു നുണയാണ്! നുണയൊന്നും അല്ലാതെ റെക്കോർഡല്ലേ? കൃത്യം റെക്കോർഡല്ലേ ചോദിച്ചു? ഇത് എന്ത് റെക്കോർഡ്? തിയേറ്റർ അസോസിയേഷൻ എടുത്ത് ചോദിക്കും.